മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തി വാഴൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നിന്നാരംഭിച്ച ശുചിത്വ സന്ദേശ റാലി കൊടുങ്ങൂർ കവലയിലൂടെ പാലാ വഴിയും പിന്നിട്ട് ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉൾപ്പെടുന്ന ജനപ്രതിനിധികൾ ദീപം തെളിയിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി സേതുലക്ഷ്മി സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലി അധ്യക്ഷത വഹിച്ചു. നമ്മളിവിടെ ഈ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിക്കുമ്പോൾ നമ്മളൊരു വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ആ ദൗത്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ നടത്തിയ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ, പ്രത്യേകിച്ച് ഇവിടുത്തെ സർക്കാർ സംവിധാനത്തിൻ്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും അതോടൊപ്പം ഇതിനെ നേതൃത്വം നൽകിയ ഹരിതകർമ്മസേനയുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയൊരു പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി നടത്തിയ ജനകീയമായൊരു മുന്നേറ്റമാണ് നമ്മളിന്ന് ഇന്നിവിടെ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ നമ്മൾ തുടർന്ന ആ യജ്ഞം ഇനിയും തുടരുക എന്നുള്ള പ്രതിജ്ഞ കൂടി ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട് അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നത്തിന് നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ മാനസികമായ നമ്മുടെ വികാരങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് നമുക്കും ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുമെന്ന് നമ്മളെ നമ്മെ പഠിപ്പിച്ച ഒരവസ്ഥ കൂടിയാണ് ചിന്തിക്കുന്നത്. കാരണം ഇത് ആരംഭിക്കുന്ന കാലത്ത് നമുക്കറിയാം എത്രമാത്രം വിജയപ്രദമാകുന്ന ആശങ്കയുണ്ട്. കാരണം വളരെ പെട്ടെന്ന് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാക്കാൻ അത്ര എളുപ്പമായി. പക്ഷേ കേരളം അത് ഏറ്റെടുത്തു. ഈ വലിയ ക്യാമ്പയിൻ്റെ ഭാഗമായി സത്യത്തിൽ നമുക്കിപ്പോൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, പ്രത്യേകിച്ച് അത് വലിയ തെറ്റാണ്, സാമൂഹികമായ തിന്മയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ജലാശയങ്ങളും നമ്മുടെ അരുവികളും നമ്മുടെ തോടുകളുമൊക്കെ തന്നെ നമ്മുടെ പുഴകളുമൊക്കെ തന്നെ വല്ലാതെ മാലിന്യം കൊണ്ട് അതിൻ്റെ വീർപ്പ് മുട്ടിയൊരവസ്ഥയാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് നിങ്ങൾ മണിമലയാറിൻ്റെ തീരത്തോടെ കടന്നു പോയാൽ പുഴ തിരികെ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ, വസ്ത്രങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എല്ലാം പുഴയിലേക്ക് നമ്മൾ തന്നെ വലിച്ചെറിഞ്ഞതാണ്. അതെല്ലാം തിരികെ പുഴ തന്നു കഴിഞ്ഞ പ്രളയകാലത്ത്. കാരണം പുഴയ്ക്കത് ആവശ്യമില്ലായി. അങ്ങനെ അനാവശ്യമായ എന്തും വലിച്ചെറിയാനുള്ളതാണ് ജലാശയങ്ങളെന്ന് ധരിച്ചു പോയ ഒരവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാടിലുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ജീവിത രീതിയിൽ ഇനിയും മാലിന്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായി തന്നെ ഈ കർമ്മ പദ്ധതികൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ കർമ്മനിരതമായ ഒരു മാനസികമായ അവസ്ഥയിൽ നമ്മുടെ നാടിൻ്റെ ശുചിത്വ ബോധത്തെ സംരക്ഷിക്കാനുള്ള വലിയൊരു പ്രതിജ്ഞ കൂടി നമുക്ക് ഏറ്റെടുക്കാനുണ്ട്. ആ ദൗത്യം നമുക്ക് ഇനിയും പിന്തുടരാം എന്നുള്ള അഭ്യർത്ഥനയോടെ ഹരിതകർമ്മസേനയുടെ വലിയ ഒരു പിന്തുണ ഇക്കാര്യത്തിലുണ്ടായി. പ്രത്യേകിച്ച് അത് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഒരുപാട് അവാർഡുകൾ ഏറ്റുവാങ്ങുമ്പോൾ സ്വന്തം ഭവനം ഏറ്റവും മനോഹരമാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുത്ത ആളുകൾ ഉൾപ്പെടെ, സ്ഥാപനങ്ങൾ ഭംഗിയാക്കിയവരുൾപ്പെടെ, നമ്മുടെ പൊതുവിടങ്ങൾ ഭംഗിയാക്കിയവരുൾപ്പെടെ ഒരുപാട് ആളുകൾ അവരെല്ലാം സ്നേഹത്തോടെ ഓർക്കാം. ഈ കർമ്മ പരിപാടികൾ മുൻപോട്ട് കൊണ്ടുപോകാം എന്നുള്ള അഭ്യർത്ഥനയോടെ ഇതിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും വളരെ ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വാഴൂർ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുഭവത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ നടപ്പിലാക്കിയതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രവർത്തനങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് ജോയിന്റ് കൺവീനർ ബി പുരുഷോത്തമൻ അവതരിപ്പിച്ചു. വാർഡുകളിലെ മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക ഊന്നൽ നൽകിയ വ്യക്തികളെയും കുടുംബശ്രീകളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു.